നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട് LPG ഗ്യാസ് ബുക്കിങ്ങിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും വിലവർദ്ധനയെക്കുറിച്ചുമെല്ലാമാണ് നോക്കാൻ പോകുന്നത്. എത്ര ദിവസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുക, അതുപോലെ തന്നെ വിലവർദ്ധന എത്രയാണെന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എല്ലാം വീടുകളിൽ ഇപ്പോൾ 2 കുറ്റികളാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ചില ആളുടെ വീടുകളിലെല്ലാം ഒരു കുറ്റിയുമാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു കുറ്റി മാത്രമുള്ള വീടുകളാണെങ്കിൽ അവർക്ക് 21 ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുക. അവർ ബുക്ക് ചെയ്ത് അവർക്ക് സിലിണ്ടർ ലഭിച്ചതിന് ശേഷം 21 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുക. അതല്ല, നിങ്ങളുടെ വീടുകളിൽ 2 സിലിണ്ടറുള്ള ആളുകളാണെങ്കിൽ, 2 ഗ്യാസ് കുറ്റികളുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തിന് ശേഷം, 1 മാസത്തിന് ശേഷം മാത്രമായിരിക്കും ബുക്ക് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ വീടുകളിലെല്ലാം ഒരു ഗ്യാസ് സിലിണ്ടർ എത്ര ദിവസമാണ് ലഭിക്കുക, ആ ദിവസം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ചില ചെറിയ രൂപത്തിലുള്ള വിലവർദ്ധനവും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ ചെറിയ രൂപത്തിലുള്ള വിലവർദ്ധനയാണ് ഉണ്ടായിട്ടുള്ളത്. 60 രൂപയാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതോരോ ഏരിയയിലെയും വാഹനത്തിൻ്റെ ചാർജ് അടക്കമുള്ള രൂപത്തിൽ ചെറിയ വർദ്ധന തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 135 രൂപയാണ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വാണിജ്യ ഗ്യാസ് കണക്ഷനും വില കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, യുദ്ധം നടക്കുന്നത് ഇറാൻ, ഇസ്രായേൽ അതുപോലെ രാജ്യങ്ങളിലാണെങ്കിലും ശരി, നമുക്ക് ഗ്യാസുകളും മറ്റും കൂടുതൽ വരുന്നത് അറബി രാജ്യങ്ങളായ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ രൂപത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെയും ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഗ്യാസിന് വില വർധനവും അതുപോലെ തന്നെ ഗ്യാസ് ലഭിക്കുവാൻ ബുദ്ധിമുട്ടെല്ലാം നമുക്ക് കാണുന്നത്. മാക്സിമം ആളുകൾ കുറച്ച് ഗ്യാസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സമയത്തെല്ലാം നമ്മൾ സർക്കാരോട് പൂർണ്ണമായി സഹകരിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.